ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫ് ഫ്രൈ കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളത്തെ ക്രിസ്മസും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും ആശംസിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ബീഫാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മീറ്റ് മസാലയല്ല, നമ്മുടെ ബിരിയാണി മസാലയില്ലേ, അത് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് അടുത്തത് ചേർക്കാൻ പോകുന്നത്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഇത് നല്ല മസാലയെല്ലാം നല്ലോണം പിടിച്ചു വരാൻ വെക്കാം. ഇനി നമുക്കിത് കുക്കറിലോട്ട് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വേവും തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കണ്ട. ഇനി നമുക്ക് മൂടി വെക്കാം. ഒരു സ്റ്റീം വന്നാൽ തീരെ കുറക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബീഫ് ഒരു 4-5 വിസിലായിട്ടുണ്ട് കേട്ടോ. പ്രഷർ പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇതാ വെള്ളമെല്ലാം വറ്റിച്ച് നല്ലവണ്ണം വെന്ത് വറ്റിട്ടുണ്ട്. ഇനി ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി കുറച്ച്, അതിനുശേഷം അതിലോട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചി. ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ചേർക്കാൻ പോകുന്നത് നീളത്തിലരിഞ്ഞ നമ്മുടെ തേങ്ങാപ്പൂളാണ്. അതിനുശേഷം 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നു. ഇനി അതിലോട്ട് 1 വലിയ ഉള്ളിൻ്റെ പകുതി നീളത്തിൽ ചെറുതായി കനം കുറഞ്ഞരിഞ്ഞത്. ഇനി അതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു കളറ് മാറി വരുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇറച്ചി പൊരിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേ പാനിലോട്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അതിലോട്ട് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കുറേ എണ്ണ ഒഴിച്ച് അതിൽ മുക്കി പൊരിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ഇളക്കിയിട്ട് ഇങ്ങനെ പൊരിക്കൂല, മീനൊക്കെ പൊരിക്കുന്ന പോലെ, അതുപോലെയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത്, അതുവരെ നമുക്ക് പൊരിക്കണം. അധികം ഓവർ ഫ്രൈ ആകാനും പാടില്ല. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേണം കഴിക്കാം, ചപ്പാത്തി, പൊറോട്ട, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ.